കേരള കോൺഗ്രസ് എം ചെയർമാൻ സംസ്ഥാന ധനമന്ത്രി ശ്രീ കെ എം മാണിയാണ് ഇന്ന് വ്യൂ പോയിന്റിൽ. സോ വെൽക്കം. സോളാർ വിഷയം സർക്കാരിൻ്റെ മുഖം നഷ്ടപ്പെടുത്തിയിരിക്കുന്ന സാഹചര്യത്തിൽ UDF-നകത്ത് താങ്കൾ സ്വസ്ഥനും തൃപ്തനുമാണോ? അങ്ങനെ മുഖം നഷ്ടപ്പെടുത്തിയിട്ടില്ലല്ലോ. സോളാർ വിഷയം സർക്കാരിൻ്റെ പ്രതിച്ഛായ നഷ്ടപ്പെടുത്തുന്നുണ്ട് എന്ന് പരസ്യമായി നിരവധി തവണ പറഞ്ഞിട്ടുണ്ട് ശ്രീ PC ജോർജ്. PC ജോർജ് താങ്കളുടെ പാർട്ടിയിൽ തന്നെയല്ലേ? അത് പാർട്ടിയുടെ അഭിപ്രായമല്ലേ? ഞാൻ PC ജോർജിനോട് പറഞ്ഞിട്ടുണ്ട്, ഈ സൂര്യന് കീഴിലുള്ള എല്ലാ വിഷയങ്ങളെപ്പറ്റി നമ്മൾ എന്നും കമൻറ്റ് ചെയ്യേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എന്നാൽ നമുക്ക് അങ്ങനെ വിലക്കാനും ഒക്കെയില്ല. കാരണം ചില കാര്യങ്ങൾ അദ്ദേഹം പറയുന്നത് സത്യവുമാണ്. അപ്പോൾ സത്യം ഒരിക്കലും പറയരുത് നമുക്ക് പറയാനും ഒക്കെയില്ല. അതാണ് അതിൻ്റെ അത്ര കാര്യം. അതിലെപ്പോഴും ഞാനത് മിതത്വം പാലിക്കണം എന്ന് PC ജോർജിനോട് പറഞ്ഞിട്ടുണ്ട്. കോൺഗ്രസിന് പിന്നിൽ വാലാട്ടി നടക്കാൻ കേരള കോൺഗ്രസ് എമ്മിനെ കിട്ടില്ല. ജനങ്ങൾക്ക് വേണ്ടി ഒരുപക്ഷെ മറ്റു ചില തീരുമാനങ്ങൾ എടുക്കാൻ ഞങ്ങൾ നിർബന്ധിതരായേക്കും എന്ന് PC ജോർജ് പറഞ്ഞത് പാർട്ടിയുടെ അഭിപ്രായമാണോ? പാർട്ടിയുടെ അഭിപ്രായമല്ല. താങ്കൾ വിലക്കിയ ശേഷവും എന്തുകൊണ്ടാണ് PC ജോർജ് പരസ്യ പ്രസ്താവന നടത്തുന്നത്? അങ്ങനെയാണെങ്കിൽ പാർട്ടിയുടെ അച്ചടക്കത്തിന് വിരുദ്ധമല്ലേ അദ്ദേഹം പ്രവർത്തിക്കുന്നത്? ഞാൻ അങ്ങനെ വിലക്കിയിട്ടില്ലല്ലോ. അടുത്ത ദിവസങ്ങളിൽ കേരള രാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകാൻ പോകുന്നു. ആ മാറ്റം ശ്രീ കെ എം മാണി കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി വന്നുകൊണ്ടായിരിക്കും എന്ന വാർത്തകൾ ശക്തമായി പ്രചരിക്കുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ നിലപാട്, ഞാനിപ്പം ചാഞ്ചാട്ടമൊന്നും എനിക്കില്ല. ഞാനീ നിൽക്കുന്നിടത്ത് തന്നെ നിൽക്കുകയാണിപ്പോൾ. ഇപ്പം അതിൻ്റെ എന്താ, ഞാനങ്ങനെ ആരുമായിട്ട് ആലോചിച്ചിട്ടില്ല, എന്നോടാരും ആലോചിച്ചിട്ടില്ല, ഞാൻ ആരുമായിട്ട് സമീപിച്ചിട്ടില്ല, ആരുമായിട്ട് ചർച്ച ചെയ്തിട്ടില്ല. എനിക്കിപ്പോൾ അങ്ങനെ ഒരു ഉദ്ദേശമില്ല, യാതൊന്നുമില്ല. ഇപ്പോഴെന്നത് രാഷ്ട്രീയത്തിൽ ഈ നിമിഷം, ഈ ദിവസം എന്നൊക്കെയാണോ? അർത്ഥമില്ലല്ലോ. ഇപ്പോഴും നല്ല പിന്നെ എന്താ പറയുന്നത്? നമ്മളെപ്പോഴും പറയുന്നത് പ്രസൻറ്റ് ടെൻസ് വെച്ചല്ലേ പറയുന്നത്, ഫ്യൂച്ചറിനെ പറ്റി അല്ലല്ലോ പറയുന്നത്. കെ എം മാണിയെ മുഖ്യമന്ത്രിയാക്കണം എന്ന ആവശ്യം PC ജോർജ് പറഞ്ഞു. അദ്ദേഹം പ്രതിപക്ഷത്തിന് പോലും സ്വീകാര്യനായ നേതാവാണെന്ന് അദ്ദേഹം ആവർത്തിച്ചു പറയുന്നു. ഒരു അഭിമുഖത്തിൽ ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു, കെ എം മാണിയെപ്പോലെ പരിണതപ്രജ്ഞനായ രാഷ്ട്രീയക്കാരുണ്ടല്ലോ, അദ്ദേഹത്തെ മുഖ്യമന്ത്രിയാക്കിക്കൂടെ എന്ന് ചോദിച്ചു. പന്ന്യൻ രവീന്ദ്രൻ മാധ്യമങ്ങളോട് പറഞ്ഞത് മുഖ്യമന്ത്രിയേക്കാൾ മാന്യനാണ് കെ എം മാണി എന്നാണ്. ഇതെല്ലാം ശ്രീ കെ എം മാണിക്ക് മുഖ്യമന്ത്രിയാകാൻ സർവ്വതാ യോഗ്യതയുണ്ടെന്ന് പ്രതിപക്ഷവും അംഗീകരിക്കുന്നതിന് സൂചനകളാണ്. നമുക്ക് ഒരു ഉന്നതമായ ഒരു സ്ഥാനത്തേക്ക് വരാൻ നമുക്ക് യോഗ്യതയുണ്ട് എന്ന് പറയുന്നത് കൊണ്ട് നമുക്ക് പ്രതിഷേധിച്ചിട്ട് കാര്യമുണ്ടോ? അങ്ങനെയൊരു പ്രസ്താവന പല നേതാക്കന്മാരും ചില രാഷ്ട്രീയ കക്ഷികളും പറഞ്ഞു. അതിന് എനിക്കെന്താ വിരോധം ഇരിക്കുന്നത്? ഞാൻ അതിന് യോഗ്യനാണ് എന്ന് പറയാം. അതൊരു കോംപ്ലിമെൻറ്റാണ്. ഞാനൊരു കോംപ്ലിമെൻ്റായിട്ട് അതിനെ എടുക്കുന്നുള്ളൂ. അതിനൊരു ക്ഷണമായി രാഷ്ട്രീയ ഭാഷയിലേക്ക് കെ എം മാണി മനസ്സിലാക്കി എടുക്കുന്നില്ല. അങ്ങനെയൊന്നുമില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ട്, വളഞ്ഞ വഴിയൊന്നും ഇല്ല കേരള കോൺഗ്രസിനില്ല, എനിക്കില്ല. സോളാർ വിഷയം സർക്കാരിന് ഒരു തരത്തിലും ബാധിച്ചിട്ടില്ലെന്ന് പറഞ്ഞില്ല. സോളാറിൽ തട്ടിപ്പുണ്ട്. പക്ഷേ സോളാറുമായിട്ട് ഗവൺമെൻറ്റിന് ബന്ധമൊന്നുമില്ലല്ലോ. അഴിമതി ഉണ്ടെങ്കിൽ അഴിമതിയുമായി ഗവൺമെൻറ്റിന് ബന്ധമില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ പ്രതിസന്ധിയില്ല എന്ന്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടിട്ടുണ്ട് എന്ന് സമ്മതിക്കുന്നുണ്ടോ? ഇല്ല, അതിന് തെളിവൊന്നുമില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ പിന്നെ കെ മുരളീധരൻ പറഞ്ഞു ജോപ്പനെ മാത്രം അറസ്റ്റ് ചെയ്താൽ പോരാ, ജിക്കുമോനെ അറസ്റ്റ് ചെയ്യണം, സലിം രാജിനെ അറസ്റ്റ് ചെയ്യണം. ആ പറഞ്ഞതിൽ കാര്യമുണ്ട് എന്നാണ് താങ്കൾ പ്രതികരിച്ചത്. എന്ന് ഞാൻ പറഞ്ഞില്ല, കാര്യമുണ്ടെന്ന് പറഞ്ഞില്ല. അറസ്റ്റ് ചെയ്യുക എന്നുള്ളത് ഒരു ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസി, അവരാണ് അത് നിശ്ചയിക്കേണ്ടത് എങ്ങനെയാണ് അന്വേഷണത്തിൽ. രാഷ്ട്രീയ ധാർമ്മികതയെക്കുറിച്ച് എപ്പോഴും പറയാറുണ്ടല്ലോ താങ്കൾ. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ അദ്ദേഹത്തിന് തൊട്ടു താഴെ നടന്നിട്ടുള്ളൊരു വലിയ അഴിമതി ഉണ്ടായിട്ടും അതിൻ്റെ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്ന മുഖ്യമന്ത്രി ബാധ്യസ്ഥനല്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാകുന്നില്ല. ഒരു വലിയൊരു കുഴപ്പം നടന്നെങ്കിലല്ലേ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ എന്താ കുഴപ്പം നടന്നതെന്താ? അപ്പോൾ ഇതെല്ലാം ഒരു കെട്ടുകഥയാണോ? കെട്ടുകഥ എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ജോപ്പൻ്റെ അറസ്റ്റ് അന്യായമല്ലേ? ജോപ്പൻ ഒരു ട്രാൻസാക്ഷൻ, തെറ്റായ ഒരു ട്രാൻസാക്ഷൻ നടന്നാൽ അവിടെ അഴിമതിയുള്ളത് കൊണ്ട് ഗവൺമെൻറ് അതിൽ പങ്കുണ്ടോ? മുഖ്യമന്ത്രിക്ക് അതിൽ പങ്കുണ്ടോ? പങ്കില്ല എന്ന് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. പങ്കുണ്ടോ എന്നത് വ്യക്തമാകാനിരിക്കുന്നതേ ഉള്ളൂ. അല്ല, അത് വരട്ടെ. മുഖ്യമന്ത്രിയുടെ ഓഫീസായിരുന്നു ഈ ഇടപാട് നടന്ന കേന്ദ്രം എന്ന് പറയുന്നു. ശ്രീധരൻ നായരുടെ 164 സ്റ്റേറ്റ്മെൻറ്റ് റെലവൻ്റ് ആണ് ഇപ്പോഴും. 164 സ്റ്റേറ്റ്മെൻറ്റ് അത് എവിഡൻസ് ആക്ട് അനുസരിച്ച് അതിൻ്റെതായ വാല്യൂ ഉണ്ട്. ഇവാലുവേറ്റ് ചെയ്യണമല്ലോ. ഓഫീസിൻ്റെ കസ്റ്റോഡിയൻ മുഖ്യമന്ത്രിയല്ലേ? ഇതെല്ലാം എവിഡൻഷ്യലി വാല്യൂ എന്ന് പറയുന്ന കോടതിയല്ലേ ഇതൊക്കെ തീരുമാനിക്കുന്നത്. ഇതെല്ലാം കൊറോബറേറ്റ് ചെയ്യപ്പെടണമല്ലോ ഓരോന്നും. അപ്പോൾ അത് വരട്ടെ. ഈ സമാനമായ സാഹചര്യത്തിലാണ് പവൻകുമാർ ബൻസൽ രാജിവെച്ചത്. ഇവിടെ ഇതുപോലെ സമാനമായ ഒരു സാഹചര്യം ഇവിടെ ഇല്ലല്ലോ. അത് മനസ്സിലാകുന്നില്ല. എങ്ങനെയാണ് അതൊന്ന് വിശദീകരിച്ചത്? മുഖ്യമന്ത്രിയുമായി ഒരു നെക്സസ് വേണം. മുഖ്യമന്ത്രി പവൻകുമാറിൻ്റെ എന്താ മകളെ കെട്ടിയ മരുമകൻ
ഒരു അഴിമതി നടത്തി. അപ്പോൾ അതിന് ഗവൺമെൻറ്റിൻ്റെ സ്വാധീനം അതിലുണ്ടായിരുന്നു, അല്ലെങ്കിൽ മരുമകൻ ചെയ്തതാണ്. ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്തു. ഇന്ന് CBI പോലും പറഞ്ഞിട്ടില്ല പവൻകുമാർ ബൻസൽ ഇതിൽ കുറ്റക്കാരനാണെന്ന് ഇതുവരെ തെളിയിക്കപ്പെട്ടില്ല. അത് ശരിയാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ അങ്ങനെയല്ലല്ലോ. ഇവിടെ അങ്ങനെയാണോ? ഇപ്പം നമ്മുടെ പേഴ്സണൽ സ്റ്റാമ്പിൽപ്പെട്ട ആർക്കെങ്കിലും ഒരു തെറ്റ് കാണിച്ചു, അതിനിപ്പോൾ മന്ത്രി അപ്പോൾ പേഴ്സണൽ സ്റ്റാമ്പിൽപ്പെട്ട ഒരാൾ തെറ്റ് കാണിച്ചാൽ അത് കണ്ടുപിടിക്കുക, നടപടി നടത്തുക, അയാളുടെ പേരിൽ നിയമാനുസൃതമായ നടപടി നടത്തുക എന്നുള്ളതല്ലാതെ നമ്മൾ പേഴ്സണൽ സ്റ്റാമ്പിൽ ഒന്നും ഒരു കാലത്തും ആരും അഴിമതി നടത്തിയാലെന്നോ തെറ്റ് കാണിക്കലെന്നോ വല്ലതും നമുക്കൊരു പ്രിസംഷനുണ്ടോ? ഇല്ല. സുതാര്യത ഉറപ്പുവരുത്തുന്നു എന്ന് ജനങ്ങൾക്ക് മുന്നിൽ ദിനേന പറയുന്ന മുഖ്യമന്ത്രിയുടെ ഓഫീസിന് കീഴെയാണ് ഈ സംഭവങ്ങളെല്ലാം ഉണ്ടായിട്ടുള്ളത്. അത് അദ്ദേഹം അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ ഒരു വാദത്തിന് വേണ്ടി നമുക്ക് അംഗീകരിക്കാം, അതല്ലെങ്കിൽ ഒരു അന്വേഷണം വരെ നമുക്ക് കാത്തിരിക്കാം. പക്ഷെ അപ്പോഴും നമ്മൾ പറയുന്ന മോറൽ റെസ്പോൺസിബിലിറ്റി എന്ന ഭാഗം അവിടെയുണ്ട്. സുതാര്യത ഉള്ളതുകൊണ്ടല്ലേ ഇപ്പോൾ നമ്മൾ കാണുന്നത്. സുതാര്യത ഉള്ളതുകൊണ്ടല്ലേ ഇപ്പോൾ ഈ ചോദ്യം വന്നത് തന്നെ. സുതാര്യത എന്നുള്ളത് ഒന്നും മറച്ചു വെക്കാനില്ല, ഉള്ളതുണ്ട്. പക്ഷേ മുഖ്യമന്ത്രിയിൽ പങ്കൊന്നുമില്ല. മറച്ചു വയ്ക്കുക, മാധ്യമങ്ങൾ പുറത്തു കൊണ്ടുവന്ന ശേഷം അദ്ദേഹത്തിന് അത് പറയാൻ നിർബന്ധിതനായി. അങ്ങനെയാണല്ലോ. മുഖ്യമന്ത്രിയുടെ സ്റ്റാഫിൽ ഒരാൾ തെറ്റുകാരനായി എന്ന് കണ്ട് മുഖ്യമന്ത്രി അതിന് ഉത്തരവാദിത്തമില്ല. സരിത നായർ വിളിച്ച മന്ത്രിമാരുടെ ഫോൺ ലിസ്റ്റ് പുറത്തു വന്നതോ അത് അംഗീകരിക്കുന്നുണ്ടോ? അത് ആഭ്യന്തര വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു ലിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ആ ലിസ്റ്റ് പുറത്തു വന്ന് ശരിയായില്ല. അങ്ങനെ ലീക്ക് ചെയ്യാൻ പാടില്ല. അത് ആഭ്യന്തരമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് വന്ന വീഴ്ചയാണ്. അതല്ലെങ്കിൽ ആഭ്യന്തരമന്ത്രി പറയുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ആവശ്യപ്പെട്ട പ്രകാരമാണ് ഇത് പുറത്തു വിട്ടിട്ടുള്ളത് എന്നാണ്. അത് എവിടെയും ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. അതെല്ലാം വലിയ പ്രശ്നങ്ങളാണ്. ഒരു പ്രശ്നമില്ല. ആഭ്യന്തര വകുപ്പിൽ നിന്ന് ഇത് ചോകരത അത് ലീക്ക് ഔട്ട് ചെയ്യരുതാഞ്ഞു, അത് വേറൊരു കാര്യം. ലീക്ക് ഔട്ട് ചെയ്തു. ഇതും സുതാര്യതയുടെ ഭാഗമാണോ? അല്ല, സുതാര്യത കൊണ്ടല്ലേ ഇതൊക്കെ നമ്മൾ പുറത്ത് വരുന്നത്. സുതാര്യത കൊണ്ടല്ലേ. ഒരു അയൺ കട്ടറായിരുന്നു ഇതൊന്നും പുറത്ത് വരികയല്ലോ. അപ്പോൾ നിലവിൽ സോളാർ വിഷയം സർക്കാരിനെ നാണം കെടുത്തിയിട്ടില്ല. എന്താ തെറ്റിദ്ധാരണ ഉളവാക്കുന്ന ചില സാഹചര്യങ്ങളുണ്ടായി. ഇങ്ങനെ ഇതിൻ്റെ മീഡിയ ഒക്കെ ഇങ്ങനെ ഇതൊന്നും ചർച്ചയാണ്. ഇങ്ങനെ ഒരുപാട് ചർച്ചകൾ വരുമ്പോൾ ജനങ്ങൾക്കൊരു തെറ്റിദ്ധാരണ വേണേൽ വരാം. അല്ല, 10,000 കോടിയുടെ വരെ അഴിമതി നടന്നിട്ടുണ്ടാകാം എന്ന് താങ്കളുടെ പാർട്ടിയിലെ അംഗവും ഗവൺമെന്റ് ചീഫ് വിപ്പായ ശ്രീ PC ജോർജ് പരസ്യമായി പറയുമ്പോൾ ഇത് ഒരു തെറ്റിദ്ധാരണയുടെ പുറത്താകാം. ഇത് മാധ്യമങ്ങൾ ചർച്ച രണ്ടും രണ്ടായിട്ട് കാണുന്നേ. സോളാർ ഗവൺമെന്റിന്റെ അല്ല, മനസ്സിലായല്ലോ. ടീം സോളാർ അവിടെ അഴിമതി നടന്നു കാണും. 42 ലക്ഷത്തിൻ്റെ അഴിമതി. സരിത നായർ 42 ലക്ഷം രൂപ വെട്ടിച്ചു, ശ്രീധരൻ നായർ പറയുന്നു. അതുപോലെ ട്രാൻസാക്ഷൻ നടന്ന അതിന് ഗവൺമെൻറ് എന്താ? പബ്ലിക് റിലേഷൻ ഡയറക്ടർ ഇൻവോൾവ് ആണ് ആയിരിക്കും. ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കുക. അതിനകത്ത് ഗവൺമെൻറ് എന്താ ഒന്നും ചെയ്തിട്ടില്ലല്ലോ. ഗവൺമെൻറ്റിന് അതിന് നെക്സസ് ഇല്ല എന്നാണ് ഞാൻ പറഞ്ഞത്. സർക്കാരിന് ഒരു അല്പമൊക്കെ നാണക്കേട് ഉണ്ടാക്കി എന്ന് സമ്മതിക്കാൻ താങ്കൾ തയ്യാറാണ്? അല്പം ഒരു തെറ്റിദ്ധാരണ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ ഒരു ഭാഗം കേരള കോൺഗ്രസ് ഏറ്റെടുക്കുമോ? അല്ല, അതിൻ്റെ ഒരു ഭാഗം എന്താ ഏറ്റെടുക്കുന്നത്? ഉത്തരവാദിത്വത്തിന്റെ ഒരു ഭാഗം. ഉത്തരവാദിത്വം എന്താ? ഉത്തരവാദിത്വത്തിന്റെ കാര്യം എന്താ? നമ്മൾ അറിഞ്ഞെങ്കിൽ ഈ നാണക്കേടിന് ആരാണ് നമ്മളാരെങ്കിലും അറിഞ്ഞു ചെയ്തെങ്കിലല്ല അതുള്ളൂ. ഈ നാണക്കേട് ഉത്തരവാദിത്വം ജോപ്പൻ അല്ല. സർക്കാരിന് നാണക്കേട് ഉണ്ടാക്കി എന്ന് സമ്മതിക്കുന്നുണ്ട്. സർക്കാരിനുണ്ടാക്കിയ നാണക്കേട് ഏതെങ്കിലും തരത്തിൽ ഇനി വരുന്ന തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചാൽ? നാണക്കേടെന്ന് പറഞ്ഞാൽ അത് വീണ്ടും വീണ്ടും ആവർത്തിച്ച് ഗവൺമെന്റിന് നാണക്കേടുണ്ടായി, ആ രീതിയിലുള്ള രീതിയല്ല ഞാനീ പറഞ്ഞത്. ഗവൺമെന്റ് നാണക്കേടുണ്ടായി അങ്ങനെയൊന്നുമില്ല. ഗവൺമെൻറ് എന്ത് പഴച്ചു അതിൽ? ശരി, ഇത്രയും നിസ്സാരമായ ഒരു കാര്യത്തിനായിരിക്കും അല്ലേ ഹൈക്കമാൻഡ് ഇടപെട്ടതും കോൺഗ്രസിനകത്ത് ഗ്രൂപ്പ് പോരുകൾ ഉണ്ടായതും ഇപ്പോഴും പ്രശ്നം പരിഹരിക്കപ്പെടാതെ നിൽക്കുന്നതും AK ആൻ്റണിക്ക് ഇവിടെ വന്ന് ഇനി ഒരു പുനഃസംഘടനയുടെ സാധ്യതകൾ ബാക്കി നിൽക്കുന്നു എന്ന് പറയേണ്ടി വന്നതും? എനിക്കതിനെപ്പറ്റി കമൻറ്റ് ചെയ്യാനായിട്ട് നിർവാഹമില്ല, ഞാനത് ചെയ്യുകയുമില്ല. ഒരു പുനഃസംഘടനയിലൂടെ ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്ന ചെറിയ നാണക്കേട് മാറ്റാൻ കഴിയുമോ? ഇപ്പം ഇല്ലല്ലോ. ഇപ്പം അത് അങ്ങനെ ഒരു പ്രിസംഷൻ ഇന്ന് പോകാൻ പാടില്ലല്ലോ. പുനഃസംഘടന ഇല്ല എന്നാണോ? അത് ഇതൊരു ലീഡിങ് ക്വസ്റ്റ്യൻ പോലെയാണ്. നമ്മുടെ മനസ്സിലിരിക്കുന്ന ഒരു എങ്ങനെയുണ്ട്? ഞാനങ്ങനെ പറഞ്ഞില്ലല്ലോ, നാണക്കേടില്ലല്ലോ. ഒരു പുനഃസംഘടന പിന്നെ എന്തിനാണ് ആലോചിക്കുന്നത്? പുനഃസംഘടന ആരാലോചിച്ചു? ആലോചിക്കുന്നില്ല. ഇല്ല, പുനഃസംഘടന ഇല്ലെന്ന് ആന്റണി തന്നെ തെളിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ. ഏറ്റവും ഒടുവിൽ അങ്ങനെ തെളിച്ച് പറഞ്ഞിട്ടില്ല. ഇപ്പോൾ പുനഃസംഘടനയുടെ സാധ്യതകളിലേക്ക് വീണ്ടും കോൺഗ്രസ് നേതാക്കൾ പോവുകയാണ്. പുനഃസംഘടന ഉണ്ടെങ്കിൽ ഘടകകക്ഷികളുമായിട്ട് ആലോചിക്കും. ഇതുവരെ ആലോചിച്ചിട്ടില്ല, അതുകൊണ്ടുണ്ടെന്ന് എനിക്ക് പറയാനൊക്കില്ല. ഇത്തരം വിഷയങ്ങളിലൊന്നും കൺസേൺഡ് ആകാത്ത തരത്തിൽ UDF നിന്ന് ഡിറ്റാച്ച്ഡ് ആയോ താങ്കൾ? ഞാൻ ഡിറ്റാച്ച്ഡ് അല്ലോ. ഞാൻ വളരെ അടുത്തറിയാവുന്നതുകൊണ്ടാണല്ലോ. എനിക്ക് ആ ഡിറ്റാച്ച്മെൻറ്റ് ഇല്ലാത്തത് കൊണ്ടാണല്ലോ ഞാൻ ഇതിനകത്ത്
എനിക്ക് ബേജാറാകാത്ത കാര്യം. കേരള കോൺഗ്രസ് എമ്മിൻ്റെ പൊതു നിലപാടായി മനസ്സിലാക്കിയിട്ടുള്ളത് ഇതുവരെയുള്ള സംഭവങ്ങളിൽ എടുത്തിട്ടുള്ള നിലപാടുകളിൽ ഇപ്പോഴുണ്ടായിട്ടുള്ള പ്രശ്നം കോൺഗ്രസ് തന്നെ പരിഹരിക്കട്ടെ എന്നതാണ്. അങ്ങനെയാണോ? ഇപ്പോഴുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ജോപ്പൻ്റെ പ്രശ്നം. ആ ജോപ്പൻ്റെ പ്രശ്നം ജോപ്പൻ്റെ പേരിൽ നടപടിയെടുത്തല്ലോ. ജോപ്പന്റെ പ്രശ്നം മാത്രമല്ല, അതിനെ ലഘൂകരിച്ച് കാണുകയാണ് വീണ്ടും വീണ്ടും. ജോപ്പന്റെ പ്രശ്നമല്ല, ആഭ്യന്തരമന്ത്രിയും മുഖ്യമന്ത്രിയും തമ്മിലുണ്ടായിട്ടുള്ള അഭിപ്രായ ഭിന്നതയുടെ പ്രശ്നം. ഫോൺ ലിസ്റ്റുകൾ പുറത്തു വരുന്നു. കേരളത്തിലെ മിക്ക മന്ത്രിമാരെയും സരിത ഫോൺ ചെയ്തിട്ടുണ്ട്, ഇക്കാര്യങ്ങൾ ധരിപ്പിച്ചിട്ടുണ്ട്, മണിക്കൂറുകളോളം ആ ഫോൺ കോളുകൾ നീണ്ടുപോയിട്ടുണ്ട് എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. സംശയത്തിൻ്റെ നിഴലിൽ തന്നെയാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ. ആ ലിസ്റ്റ് ചോർന്നതിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞല്ലോ, ലിസ്റ്റ് ചോർന്നത് ശരിയായില്ല. അത് ആഭ്യന്തര വകുപ്പിനെ സംബന്ധിച്ച്, അതായത് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് കോൺഫിഡൻഷ്യാലിറ്റിരിക്കേണ്ട ഒരു ലിസ്റ്റ് ലീക്ക് ഔട്ട് ചെയ്ത് ശരിയായില്ല. അപ്പോൾ ചോർന്നതിനെ സംബന്ധിച്ചിടത്തോളം ലീക്ക് ഔട്ടായി എന്ന് കണ്ടുകൊണ്ട് ഗവൺമെൻറ്റിന് പറ്റി അടച്ചത് ബ്ലാങ്കറ്റായിട്ട് പറയുന്നത് ശരിയല്ലല്ലോ. പോലീസിനെ പോലെ രഹസ്യ സ്വഭാവത്തിൽ പ്രവർത്തിക്കേണ്ട ഒരു സംവിധാനത്തിൽ നിന്ന് ചോർച്ചയുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം ആഭ്യന്തരമന്ത്രിക്കാണ്. അതുമല്ലേ? അപ്പോൾ മന്ത്രിമാർക്കൊന്നും ഒരു ഉത്തരവാദിത്വമില്ലേ? ഉത്തരവാദിത്വമില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. ഇതിപ്പോൾ അത് ചോർന്നത് ശരിയായില്ല, ചോരതായിരുന്നു. അത്രയുള്ള അതിൻ്റെ കാര്യം. ഫോൺ വിളിച്ചു, ഒന്നും വിട്ടു പറയുന്നില്ല താങ്കൾ. അല്ല, ഞാൻ വിട്ടു പറയുന്നതിൻ്റെ അല്ല, എന്റെ ചോദ്യം വളരെ ക്ലിയർ ആണ്. എന്റെ ഉത്തരം വളരെ ക്ലിയർ അല്ല. ഇതൊക്കെ പത്രപ്രവർത്തന നിലയിൽ സംശയമുണ്ട്. ആഭ്യന്തര വകുപ്പിന്റെ ഉത്തരവാദിത്വമാണോ ഇത്? അവിടെ വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ? വ്യക്തമായ ചോദ്യം. ആഭ്യന്തര വകുപ്പിന്റെ വീഴ്ച എന്ന് പറഞ്ഞാൽ, നമ്മളൊരു വീഴ്ച എന്ന് പറഞ്ഞാൽ പോലീസ് രഹസ്യമായി സൂക്ഷിക്കേണ്ട ഒരു ലിസ്റ്റ് എന്ന് പറയുന്നത് ഇതിപ്പോൾ പരസ്യപ്പെടുത്താനുള്ളതല്ലല്ലോ. ഇത് ജനറലൈസ് ചെയ്യാൻ പാടില്ല. ഇറ്റ് ഈസ് എൻ ഐസൊലേറ്റഡ് ഇൻസ്റ്റൻസ്. ഐ കൺസിഡർ ഇറ്റ് ആസ് എൻ ഐസൊലേറ്റഡ് ഇൻസ്റ്റൻസ്. അതുപോലെ എൻ്റെ കാര്യമുള്ളൂ. ഇത് ഇങ്ങനെ ഒറ്റപ്പെട്ടൊരു സംഭവം, അത് സംഭവിക്കരുതായിരുന്നു, മോശമായി പോയി, അത്രയും അതിൻ്റെ കാര്യം. എ വിഭാഗത്തിന് മുൻതൂക്കമുള്ള യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന കമ്മിറ്റിയിൽ പോലും ആഭ്യന്തരമന്ത്രിക്കെതിരെ ശക്തമായ വിമർശനമാണ് ഉയർന്നു വന്നത്. അദ്ദേഹം സ്ഥാനമൊഴിയണം എന്ന പ്രമേയം പാസാക്കുന്ന ഘട്ടത്തിൽ വരെ ഇതെത്തിയിരുന്നു. ആഭ്യന്തരമന്ത്രി ഇനി ഈ സ്ഥാനത്ത് തുടരുന്നത് ശരിയാണോ? എൻ്റെ ഒപ്പീനിയനിലേ ചോദിക്കേണ്ട. യൂത്ത് കോൺഗ്രസിനകത്ത് കുട്ടികൾ എന്ത് പറഞ്ഞു എന്നുള്ളതല്ല വെച്ചല്ല. കോൺഗ്രസിനകത്തും അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടായിരിക്കാം. എൻ്റെ അഭിപ്രായം അതല്ല. അതുകൊണ്ട് അപ്പോൾ തിരുവഞ്ചൂർ ആഭ്യന്തരമന്ത്രിയായി തന്നെ തുടരട്ടെ? അല്ല, അതൊന്നും ഞാനല്ല നിശ്ചയിക്കുന്നത്. തുടരട്ടെ എന്നുള്ളത് കോൺഗ്രസ് ഹൈക്കമാൻഡാണ് തീരുമാനിക്കുന്നത്. കോൺഗ്രസ് ഹൈക്കമാൻഡ് തീരുമാനങ്ങളാണ്. ഇപ്പോൾ ആഭ്യന്തര വകുപ്പിൽ നിന്ന് മാറി നിൽക്കേണ്ട ഒരു സാഹചര്യമില്ല. അത്രയേ ഉള്ളൂ അതിൻ്റെ കാര്യം. രാജിവെക്കേണ്ട ഒരു സാഹചര്യമില്ല. അത്രയേ ഉള്ളൂ അതിൻ്റെ കാര്യം. ശരി, അങ്ങനെയാണെങ്കിൽ രമേശ് ചെന്നിത്തലയെ ആഭ്യന്തരമന്ത്രിയാക്കിക്കൊണ്ടുള്ള ഒരു പുനഃസംഘടനയെക്കുറിച്ച് വീണ്ടും ആലോചിച്ചാൽ അതിൻ്റെ ആവശ്യമില്ല. രമേശിനെ സംബന്ധിച്ച് സർവ്വതാ യോഗ്യനായ ഒരാളാണ്. അദ്ദേഹത്തിന് മന്ത്രിസഭയിലേക്ക് വരാം. അതിനാർക്കാ തടയാൻ കഴിയുന്നത്? എല്ലാവരും ഞാൻ സ്വാഗതം ചെയ്യുന്നു. മാധ്യമങ്ങൾ നിരന്തരം എഴുതുന്നു, പ്രതിപക്ഷം തെരുവിലിറങ്ങിക്കഴിഞ്ഞു, ശക്തമായ പ്രക്ഷോഭവുമായി സർക്കാരിനെതിരെ ഒരു വലിയ സമരമുറയിലേക്ക് അവർ നീങ്ങുകയാണ്. ഇത്രയെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരു പ്രധാന ഘടകകക്ഷി എന്ന നിലയിൽ ഒരു ആശങ്ക ഉണ്ടാകണ്ടേ കേരള കോൺഗ്രസ് എമ്മിന്? അതെന്താണ് ഇല്ലാത്തത്? ഞങ്ങൾക്ക് ആശങ്കയില്ലല്ലോ. അവരുടെ സമരത്തിന് ആൾ കിട്ടുന്നില്ലെന്ന് അവരുടെ യുവജന വിഭാഗം തന്നെ പറഞ്ഞില്ലേ. സമരത്തിന് ആഹ്വാനം ചെയ്തുകൊണ്ട് കാര്യമുണ്ടോ? ഇപ്പോൾ ഗവൺമെൻറ് മറിച്ചിടും. ഇതാ മാർച്ച് നമ്മളൊന്ന് കണ്ടല്ലേ. എത്രയുണ്ട് ഒരു മാർച്ച്? 10,000-25,000 പേരുടെ ഒരു മാർച്ച് എന്ന് പറയാം. ഇവിടെ ഒരു 10,000 പേരുടെ മാർച്ച് എന്ന് പറയാം. 5,000 പേരെങ്കിലും വേണ്ടേ? 1000 പേര് ഏത് പാർട്ടിക്ക് ഒരു 1000 പേര് വെച്ച് ഒരു പ്രകടനം നടത്താൻ പറ്റില്ല. ഇതാണ് മാർച്ച് എന്ന് പറയുന്നത്. അതായത്